ചികിത്സാ പിഴവ് മൂലം മകൾ മരിച്ചെന്നാരോപിച്ച് സമരം ചെയ്ത രക്ഷിതാക്കൾക്കെതിരെ കേസ്. തിരുവനന്തപുരം SITയിൽ ചികിത്സയിലിരിക്കെ മരിച്ച 4 മാസം പ്രായമുള്ള രുദ്രയുടെ രക്ഷിതാക്കൾക്കെതിരെയാണ് നിയമ നടപടി. കുഞ്ഞു മരിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും ആരോഗ്യവകുപ്പ് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയിട്ടില്ല. ശരീരത്തിൽ ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് SITയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 4 മാസം പ്രായക്കാരി രുദ്ര മരിച്ച് നാളെ 1 വർഷം തികയവെയാണ് മാതാപിതാക്കൾക്കെതിരെ സമൻസ്. ശരീരത്തിൽ പുരട്ടിയ മരുന്ന് കുട്ടിക്ക് മാരകമായ പൊള്ളൽ ഏൽപ്പിച്ചിരുന്നു. നിരവധി കുത്തിവയ്പുകളും നൽകി. രുദ്രയുടെ മരണകാരണം ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ചാണ് മാതാപിതാക്കൾ മൂത്തമകൾ ദുർഗയുമായി സെക്രട്ടേറിയറ്റിനു മുന്നിൽ സമരം ചെയ്തതിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുത്തത്. എന്റെ മോള് മരിച്ച് നാളെ 1 വർഷം തികയല്. പക്ഷെ ഇന്ന് വരാട്ട് ഈ സർക്കാർ ഞാൻ അവിടെ 159 ദിവസം ഇവിടെ സമരം ചെയ്തിട്ട് എനിക്കൊരു നീതി ഇതുവരെ ഉണ്ടായില്ല. പക്ഷെ ഇവിടെ സമരം ചെയ്ത പേരിൽ എനിക്കിപ്പോ എന്റെ ഭാര്യയ്ക്ക് എനിക്ക് കേസ് കോടതിയിൽ 10-ാം തീയതി കോടതിയിൽ ഹാജർ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. രുദ്രയ്ക്ക് ജീവൻ നഷ്ടമായി 1 വർഷം തികയുമ്പോഴും മരണം സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറും ആശുപത്രി സൂപ്രണ്ടും സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല. സൂപ്രണ്ട് എന്റെ മോള് മരിച്ച് 1 വർഷം നാളെ തികയാൻ പോവുകയാണ്. സൂപ്രണ്ട് എന്റെ മോളെ റിപ്പോർട്ട് കൊടുക്കാത്ത കാരണം എന്ത്? ഇവിടെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് എന്റെ മോളെ റിപ്പോർട്ട് ഇതുവരെ കൊടുക്കുന്നില്ല. അന്വേഷണക്കാർ പറഞ്ഞു അവർ റിപ്പോർട്ട് തരില്ല. ഇതെന്താണ് തേച്ചു മാറ്റി കിടക്കുക? എന്നെ പോലത്തെ പാവപ്പെട്ട ഒരു കരിജില്ലപ്പെട്ടല്ല പാവപ്പെട്ട ഒരു കുഞ്ഞുങ്ങൾക്ക് SIT ആശുപത്രിയിൽ ഈ ക്രൂരത ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് മെയിനായിട്ട് നമ്മളിത് ഇറങ്ങി തിരിച്ച്. കുടുംബത്തിന് ആരോഗ്യവകുപ്പ് 2 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്ന സംസ്ഥാന യുവജന കമ്മീഷൻ ഉത്തരവും ഇതുവരെ നടപ്പിലായിട്ടില്ല. News 18 തിരുവനന്തപുരം.